ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ശ്രീ ഷഫീർ, ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തതയോടുകൂടി സർക്കാരിന് മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ കൂടുതൽ സഹായിക്കുമല്ലോ. അതെ അതെ. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഇനി സർക്കാർ പുരോഗതിയുമായി ബന്ധപ്പെട്ട, വികസനവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായ മറ്റൊരു പരിപാടികളും ചെയ്യാൻ പാടില്ല എന്നാണോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? മുഖ്യമന്ത്രി ഈ സാമ്പത്തിക പ്രതിസന്ധി തീരുന്നതുവരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തരുത് എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുമോ? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് താങ്കൾ കൊടുത്തത് 15 മിനിറ്റാണ്. ഈ 15 മിനിറ്റ് നേരത്തെ ചോദ്യത്തിനിടയിൽ ഏതെങ്കിലും കൃത്യമായ അർത്ഥം വരുന്ന തരത്തിലൊരു മറുപടി തന്നിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് ഊളിയിട്ട് പോവുകയായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, കേരളം തന്നെ വിട്ടേക്ക്, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പുറമെ വിത്ത് സ്പൗസ് എന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവുകൾ. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രി തന്റെ സ്പൗസിനെ കൂടി വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന ചട്ടമുള്ള രാജ്യമാണ് ഇന്ത്യ. അതെങ്കിലും ആദ്യം ഒന്ന് പഠിച്ചേക്ക്. അത് ഇത് പിന്നെ ഈ കാലത്തുണ്ടായതല്ല, വിത്ത് സ്പൗസ് എന്നാണ്. ആ സ്പൗസിനും അപ്പുറം തൻ്റെ മകളെയും പേരക്കുട്ടിയെയും സർക്കാരിൻ്റെ ചെലവിൽ കൊണ്ടുപോയി ഉല്ലാസയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് പറയാൻ പറ്റുമോ? തിരിച്ചിരിക്കുകയാണ്. കേരളം വിട്ടേരെ. നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിണറായി വിജയൻ കമലയിടത്തിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ഉമ്മൻചാണ്ടി തന്റെ മകനെയോ മകളെയോ കൊണ്ടുപോയിട്ടില്ല. മകളുടെയോ മകന്റെയോ പേരക്കുട്ടിയെയും ഇവിടുത്തെ സർക്കാരിന്റെ ചെലവിൽ കൊണ്ടുപോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ജയിച്ചില്ലേ, 100 സീറ്റ് അടുപ്പിച്ചെങ്കിൽ കിട്ടിയില്ലേ, എല്ലാം വിധിയുടെ വിളയാട്ടം, ഞങ്ങളങ്ങ് ഭരിക്കൂന്നേ, നിങ്ങൾ അങ്ങ് നിന്നോണ്ടാ മതി, ഞങ്ങൾ പേരക്കുട്ടി നേരത്തെ ചോദിച്ചിട്ടില്ലേ, എൻ്റെ അമ്മുമ്മയെ കൊണ്ടുപോകും, അപ്പൂപ്പനെ കൊണ്ടുപോകും, അതങ്ങ് അമ്മുമ്മയുടെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളുടെ ചെലവിൽ പറ്റില്ല. നിങ്ങളുടെയും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും അമ്മയെയും അമ്മുമ്മയെയും അപ്പൂപ്പനെയും കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കാതിരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ട് ഞാനത് മറുപടി പറയാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പട്ടിണിപ്പാവത്തിന്റെ നികുതി പണത്തിൽ എടുത്ത് നടക്കില്ല കേട്ടോ. ഇത് ബനാ റിപ്പബ്ലിക് അല്ല കേട്ടോ. ഉളുപ്പുണ്ടടാ ചക്കണക്ക് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണത്രേ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 18 മാസം കുടിശ്ശികയല്ലേ. ഇതേ ഫ്ലോറിൽ നിങ്ങളുടെ ഒറ്റപ്പാലം MLA-ക്ക് ഞാൻ രേഖ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ഒറ്റപ്പാലം MLA-യോട് ചോദിച്ചാൽ മതി, BRM ഷബീർ തന്ന രേഖ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ? 13 മാസക്കാലത്തോളം ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ടോ? 3 മാസക്കാലത്തുമല്ലേ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാൾ തർക്കിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒന്നും വേണ്ട, ആ ചോദ്യം ചോദിച്ച M സ്വരാജിനോട് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? M സ്വരാജൻ നിങ്ങൾ ചോദിക്കേണ്ട. അയാൾ പേരൊക്കെ പറയുന്ന വല്ലാത്ത കുറച്ചിലായി കാണുന്ന ആളായതുകൊണ്ട് പഴയ തൃപ്പൂണിത്തുറ അംഗത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, ഇതിന്റെയൊക്കെ മറുപടി പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് വേണ്ട. അതൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ പാവങ്ങൾ വന്നിരിക്കുമ്പോൾ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളുകളെടുത്ത് മതി ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നാണക്കെടുത്തി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.